യെസ്, ബോട്ടണിക്കകത്ത് മറ്റൊരു ചാപ്റ്റർ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. നമ്മൾ ഹ്യൂമൻ റെസ്പിറേഷൻ അതിൻ്റെ മെക്കാനിസംസ് ഒക്കെ നിങ്ങൾ സുവോളജിക്കകത്ത് പഠിച്ചു. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ആ മെക്കാനിസംസ് നമ്മൾ പറഞ്ഞപ്പോൾ അതിലൊരു സ്റ്റെപ്പ് അവിടെ ബാക്കിയുണ്ടായിരുന്നു. ഈ ഓക്സിജൻ സെല്ലിനകത്ത് എത്തിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്തിട്ട് എനർജി റിലീസ് ചെയ്യുന്നത്. ദറ്റ് ഈസ് സെല്ലുലാർ റെസ്പിറേഷൻ. ആ സെല്ലുലാർ റെസ്പിറേഷൻ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ ആണെങ്കിൽ അൾട്ടിമേറ്റ് എയിം എന്താണ്? ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്ത് എനർജി റിലീസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബോഡിക്കകത്ത് അങ്ങനെ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ അത് നമ്മൾ ഓക്സിജനെ ലങ്സിലേക്ക് എടുക്കുന്നു, അത് ബ്ലഡ് വഴി ടിഷ്യൂസിലേക്ക് വരുന്നു. ആ ടിഷ്യൂസിൽ വെച്ച് എന്ത് ചെയ്യുന്നു? ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്ത് എനർജി റിലീസ് ചെയ്യുന്നു. ആ റിലീസ് ചെയ്യുന്ന എനർജി എ ടി പിക്കകത്ത് സ്റ്റോർ ചെയ്യും. ദറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ സിന്തസിസ് ഓഫ് എ ടി പി, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. ബോഡിക്കകത്ത് എനർജി ആവശ്യമുണ്ടാകുമ്പോഴത്തേയും ഈ എ ടി പി നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. സോ എ ടി പി ഇസ് കോൾഡ് എനർജി കറൻസി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് സെല്ലുലാർ ഓക്സിഡേഷൻ അല്ലെങ്കിൽ സെല്ലുലാർ റെസ്പിറേഷൻ, കോശ ശ്വസനം. അപ്പോൾ പ്ലാന്റ്സും ആനിമൽസിലും ഒക്കെ നടക്കുന്നത് എന്താണ്? ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ്. അപ്പോൾ റെസ്പിറേഷൻ ഈസ് നത്തിങ് ബട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ടു റിലീസ് എനർജി ഫോർ ബയോളജിക്കൽ ആക്ടിവിറ്റീസ്. ഓക്കെ, ജീവൽ പ്രക്രിയ നടക്കാൻ ആവശ്യമുള്ള എനർജി കിട്ടാൻ വേണ്ടി, ഊർജം കിട്ടാൻ വേണ്ടി ഗ്ലൂക്കോസിനെ ഘട്ടം ഘട്ടമായി വിഘടിപ്പിക്കുന്ന പ്രക്രിയയാണ് ശ്വസനം. ഓക്കെ, ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ടു റിലീസ് എനർജി ഫോർ ബയോളജിക്കൽ ആക്ടിവിറ്റീസ്. ഈ റെസ്പിറേഷൻ രണ്ട് ടൈപ്പ് നിങ്ങൾ പറഞ്ഞിരുന്നു. അവയവ ശ്വസനവും വായവ ശ്വസനവും, അനൈറോബിക് ആൻഡ് എയ്റോബിക്. പ്രൊകാരിയോട്സും സം യൂണിസെല്ലാർ യുകാരിയോട്സ് ദേ ആർ അനൈറോബിക്. അതിൽ ഓക്സിജൻ്റെ ആബ്സെൻസിലാണ് എനർജി റിലീസ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ബോഡിയിലാണെങ്കിൽ ഹയർ ഓർഗാനിസംസിൽ ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ, ദറ്റ് ഈസ് എയ്റോബിക് റെസ്പിറേഷൻ. അതൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ റെസ്പിറേഷൻ ഈസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ടു റിലീസ് എനർജി ഫോർ ബയോളജിക്കൽ ആക്ടിവിറ്റീസ്. ആ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സ് നമ്മളതിനെ വിളിക്കുക ഗ്ലൈക്കോളിസിസ് എന്ന് പറയും. ഇപ്പോൾ സെൽസിൽ നമ്മൾ ഭക്ഷണം എടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റാർച്ചൊക്കെ ബ്രേക്ക് ചെയ്ത് ഗ്ലൂക്കോസായി മാറും. ആ ഗ്ലൂക്കോസ് ബ്ലഡ് വഴി സെൽസിനകത്ത് എത്തിച്ചേരും. സെൽസ് എത്തിക്കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഗ്ലൈക്കോളിസിസ്. ഇറ്റ് ഈസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ടു പൈറുവിക് ആസിഡ്. ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്ത് ആ മൊത്തം സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷനോടെ കൊടുത്തിരിക്കുന്നത് ഗ്ലൂക്കോസ്, സ്റ്റാർട്ടിങ് ഗ്ലൂക്കോസ്, ടെക്സ്റ്റിനകത്ത് റെപ്രസെൻറ്റേഷൻ ഉണ്ട്, സ്റ്റാർട്ടിങ് ഗ്ലൂക്കോസ്, എൻഡ് പൈറുവിക് ആസിഡ്. അപ്പോൾ ഗ്ലൈക്കോളിസിസിൻ്റെ കീ പ്രൊഡക്റ്റ് എന്തായിരിക്കും? പൈറുവിക് ആസിഡ് ആയിരിക്കും. അങ്ങനെ ഗ്ലൂക്കോസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ പൈറുവിക് ആസിഡായി മാറുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഗ്ലൈക്കോളിസിസ്. ഓക്കെ, അപ്പം ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ടു പൈറുവിക് ആസിഡ് ഈസ് കോൾഡ് ഗ്ലൈക്കോളിസിസ്. ഈ ഗ്ലൈക്കോളിസിസ് എന്നുള്ള പ്രോസസ്സ് സെയിം ആയിരിക്കും ബോത്ത് ഇൻ എയ്റോബിക് ആൻഡ് അനൈറോബിക് റെസ്പിറേഷൻ. അപ്പോൾ ഏത് ലോകത്തുള്ള ജീവികളും കാണിക്കുന്നത് ഗ്ലൈക്കോളിസിസ് സെയിം പ്രോസസ്സാണ്. അത് ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറും. എന്നിട്ട് അതിന് ഫർദർ സ്റ്റെപ്പ് എയ്റോബിക് റെസ്പിറേഷനിൽ വേറെ വഴിയായിരിക്കും, അനൈറോബിക്കിൽ അതിന് ഫെർമെൻറ്റേഷൻ എന്ന് പറയും. ഇറ്റ് ഈസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ടു പൈറുവിക് ആസിഡ്. ദ സ്കീം ഓഫ് ഗ്ലൈക്കോളിസിസ് വാസ് ഗിവൺ ബൈ 3 എമിനൻ്റ് സയൻറ്റിസ്റ്റുകളാണ്. ഈ ഗ്ലൈക്കോളിസിസിൻ്റെ ആ സീരീസ് ഓഫ് ചേഞ്ചസ് കണ്ടെത്തിയത് എംഡൻ, മേയർഹോഫ് ആൻഡ് പാർനാസ്. അപ്പോൾ അവരുടെ പേര് വെച്ചുകൊണ്ട് നമ്മളതിനെ EMP പാത്വേ എന്ന് വിളിക്കാറുണ്ട്. ഗ്ലൈക്കോളിസിസിന് EMP പാത്വേ എന്ന് വിളിക്കാനുള്ള കാരണം ദ സ്കീം ഓഫ് ഗ്ലൈക്കോളിസിസ് ഗിവൺ ബൈ എംഡൻ, മേയർഹോഫ് ആൻഡ് പാർനാസ്. ഇറ്റ് ഈസ് കോമൺ ഫോർ ബോത്ത് എയ്റോബിക് ആൻഡ് അനൈറോബിക് റെസ്പിറേഷൻ. എയ്റോബിക് റെസ്പിറേഷനിലും അനൈറോബിക് റെസ്പിറേഷനിലും ഗ്ലൈക്കോളിസിസ് ആ സ്റ്റെപ്പ് സെയിമാണ്. പൈറുവിക് ആസിഡായി മാറും. ഗ്ലൂക്കോസ് ബ്രേക്ക് ചെയ്ത് പൈറുവിക് ആസിഡായി മാറും. പിന്നീട് ആ പൈറുവിക് ആസിഡിൻ്റെ ഫെയ്റ്റ്, അതിൻ്റെ വിധി എന്ത്, അത് എയ്റോബിക്കിലും അനൈറോബിക്കിലും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഗ്ലൈക്കോളിസിസ് ഈസ് കോമൺ ഇൻ ബോത്ത് എയ്റോബിക് ആൻഡ് അനൈറോബിക് റെസ്പിറേഷൻ. ഇൻ അനൈറോബിക് ഓർഗാനിസം ഇറ്റ് ഈസ് ദ ഓൺലി പ്രോസസ് ഇൻ റെസ്പിറേഷൻ. അനൈറോബിക് ഓർഗാനിസം ആണെങ്കിൽ ഗ്ലൈക്കോളിസിസ് പൈറുവിക് ആസിഡായി മാറും. പൈറുവിക് ആസിഡ് അടുത്ത സ്റ്റെപ്പിൽ മറ്റൊരു ഓർഗാനിക് കോമ്പൗണ്ടായി മാറും. എന്നാൽ എയ്റോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ ഈ പൈറുവിക് ആസിഡ് പിന്നെ മറ്റൊരു സൈക്കിളിൽ കിടക്കും. അത് നമ്മൾ ക്രബ് സൈക്കിൾ എന്ന് പറയും. ആ ക്രബ് സൈക്കിൾ എന്നുള്ള പ്രോസസ്സ് അനൈറോബിക് ഓർഗാനിസംസിന് ഉണ്ടായിരിക്കില്ല.
അവർ ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി മാറ്റും. ആ പൈറുവിക് ആസിഡ് അടുത്ത സ്റ്റെപ്പിൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആയി മാറും. അപ്പോൾ ഗ്ലൈക്കോളിസിസ് സെയിം ഇൻ ബോത്ത് എയ്റോബിക് ആൻഡ് അനൈറോബിക് റെസ്പിറേഷൻ. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ സൈറ്റോപ്ലാസം ഓഫ് എ സെൽ. ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിലായിരിക്കും. എന്നാൽ എയ്റോബിക് ഓർഗാനിസത്തിൽ ഈ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ക്രബ് സൈക്കിളാണ്. ആ ക്രബ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺട്രിയക്കകത്തായിരിക്കും. നേരത്തെ നമ്മൾ ഫോട്ടോസിൻസിൽ ലൈറ്റ് റിയാക്ഷൻ എവിടെയായിരുന്നു? ലൈറ്റ് റിയാക്ഷൻ ഗ്രാനയിലും ഡാർക്ക് റിയാക്ഷൻ സ്ട്രോമയിലും. അതേപോലെ ഗ്ലൈക്കോളിസിസ് in the cytoplasm of a cell, Krebs cycle in the mitochondria. In this process, glucose undergoes partial oxidation to form 2 molecules of pyruvic acid. ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസിനെ പൈറുവിക് ആസിഡാക്കി മാറ്റും. പൈറുവിക് ആസിഡിൽ 3 കാർബൺ കോമ്പൗണ്ടാണ്, 3 കാർബൺ കോമ്പൗണ്ട്. ഗ്ലൂക്കോസ് ആണെങ്കിൽ 6 കാർബൺ കോമ്പൗണ്ട്. അപ്പോൾ ഒരു ഗ്ലൂക്കോസ് അത് പൈറുവിക് ആസിഡായി മാറുമ്പോൾ 2 പൈറുവിക് ആസിഡായി മാറും. അപ്പോൾ ഒരു ഗ്ലൈക്കോളിസിൻ്റെ ഭാഗമായിട്ട് 1 ഗ്ലൂക്കോസ് മോളിക്യൂൾ കൺവേർട്ടഡ് ടു 2 മോളിക്യൂൾസ് ഓഫ് പൈറുവിക് ആസിഡ്. ഓക്കെ, ഗ്ലൂക്കോസ് പാർഷ്യൽ ഓക്സിഡേഷൻ ആൻഡ് ഫോം 2 പൈറുവിക് ആസിഡ് മോളിക്യൂൾസ്. ഇപ്പോൾ ഗ്ലൈക്കോളിസുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, glycolysis is common in both aerobic and anaerobic respiration. It occurs in the cytoplasm of a cell. The scheme was given by Emden, Meyerhoff and Parnas, so-called EMP pathway. In this process, glucose undergoes partial oxidation to form 2 molecules of pyruvic acid. നമ്മൾ പാർഷ്യൽ ഓക്സിഡേഷൻ പറയാൻ കാരണം ഗ്ലൂക്കോസും ഓർഗാനിക് കോമ്പൗണ്ടാണ്, പൈറുവിക് ആസിഡും ഓർഗാനിക് കോമ്പൗണ്ടാണ്. അപ്പോൾ ഗ്ലൂക്കോസ് മറ്റൊരു ഓർഗാനിക് കോമ്പൗണ്ടായി മാറും. പാർഷ്യൽ ഓക്സിഡേഷൻ ആൻഡ് ഫോം 2 മോളിക്യൂൾസ് ഓഫ് 3 കാർബൺ പൈറുവിക് ആസിഡ്. ഓക്കെ, നമ്മളതിനകത്തുള്ള ഗ്ലൈക്കോളിസിൻ്റെ മേജർ ഇവൻറ്റ്സ് ആണ് നോക്കുന്നത്. ഗ്ലൈക്കോളിസിനകത്ത് 10 സീരീസ് ഓഫ് ചേഞ്ചസ് ഉണ്ട്. 10 റിയാക്ഷൻസ് അടങ്ങിയ ഒരു പ്രോസസ്സാണ് ഗ്ലൈക്കോളിസിസ്. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ സൈറ്റോപ്ലാസം. അപ്പോൾ നമ്മളൊക്കെ ബോഡിയിൽ ഭക്ഷണത്തിൻ്റെ ഭാഗമായി ഗ്ലൂക്കോസ് എത്തിക്കഴിഞ്ഞാൽ അത് സെല്ലിൽ വെച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ എങ്ങനെയാണത് എനർജിയായി മാറുന്നത്. അതിൽ ഫസ്റ്റ് ഗ്ലൂക്കോസ്, ഇറ്റ് ഈസ് എ 6 കാർബൺ കോമ്പൗണ്ട്. അത് 6C എന്നവിടെ കൊടുത്തത്. ഗ്ലൂക്കോസ് ആരായി മാറുന്നു? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റായി മാറും. ഗ്ലൂക്കോസ് അതിൻ്റെ 6ാമത്തെ കാർബണിൽ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ബൈൻഡ് ചെയ്യും. ആ ഫോസ്ഫേറ്റ് എവിടെ നിന്നാണ് വരുന്നത്? ATPനെ ബ്രേക്ക് ചെയ്ത് ADP ആക്കും. ATP എന്ന് പറയുമ്പോൾ ട്രൈ ഫോസ്ഫേറ്റ്, 3 ഫോസ്ഫേറ്റാണ്. അതിലുള്ളൊരു ഫോസ്ഫേറ്റിനെ ഗ്ലൂക്കോസ് വാങ്ങുമ്പോൾ അത് അഡിനോസിൻ ഡൈ ഫോസ്ഫേറ്റായി മാറും. അപ്പോൾ അവിടെ ഒരു ATPനെ യൂട്ടിലൈസ് ചെയ്യും. ATPനെ ഉപയോഗിച്ചിട്ട് ഗ്ലൂക്കോസ് എന്തായി മാറുന്നു? ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്. അതിന് ഐസോമറിസം വഴി അതെന്തായി മാറും? ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റായി മാറും അടുത്ത സ്റ്റെപ്പിൽ. ഈ സ്റ്റെപ്പ് അങ്ങനെ തന്നെ നിങ്ങൾക്ക് സ്കീമാറ്റിക് എഴുതാൻ പറ്റണം. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, അടുത്ത സ്റ്റെപ്പിൽ ഫ്രക്ടോസ്. ഗ്ലൂക്കോസും ഫ്രക്ടോസും സെയിം എംപിരിക്കൽ ഫോർമുലയാണ്, C6H12O6. അപ്പോൾ നമ്മളതിന് ഐസോമറിസം എന്നാണ് പറയുക. ഗ്ലൂക്കോസ് ഈസ് ഐസോമറൈസ്ഡ് ആൻഡ് ഫോം ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്. ആ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് പിന്നെ ഫ്രക്ടോസ് 1,6 ബൈ ഫോസ്ഫേറ്റായി മാറും. അതിൻ്റെ ഫസ്റ്റ് കാർബണിലും 6th കാർബണിലും ഓൾറെഡി ഒരു ഫോസ്ഫേറ്റ് ഉണ്ട്. ഫസ്റ്റ് കാർബണിലും ഫോസ്ഫേറ്റ് വരും. അപ്പം ഫസ്റ്റ് കാർബണിലും 6th കാർബണിലും ഫോസ്ഫേറ്റ്. ഫ്രക്ടോസും ഗ്ലൂക്കോസും ഒക്കെ 6 കാർബണുണ്ട്. അപ്പോൾ അതിൽ 1ാമത്തെ കാർബണിലും 6ാമത്തെ കാർബണിലും ഫോസ്ഫേറ്റ് വരുമ്പോൾ നമ്മളതിനെ ബൈ ഫോസ്ഫേറ്റ് പറയും. അപ്പോൾ ഒരു ഫോസ്ഫേറ്റ് കൂടി ആൾക്ക് കിട്ടി. അത് ഇവിടുന്ന് കിട്ടുന്നു ATPനെ, വീണ്ടും മറ്റൊരു ATP മോളിക്യൂളിന് അതിൽ നിന്ന് ഫോസ്ഫേറ്റ് എടുക്കുമ്പോൾ അത് ADP ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് ഐസോമറൈസ്ഡ് ആൻഡ് ഫോം ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് ഐസോമറൈസ്ഡ് ആൻഡ് ഫോം ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്. ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ് കൺവേർട്ടഡ് ടു ഫ്രക്ടോസ് 1,6 ബൈ ഫോസ്ഫേറ്റ്. ഇനി ആ ഫ്രക്ടോസ് മോളിക്യൂള് നേരെ അത് 3 കാർബൺ കോമ്പൗണ്ടായി മാറും. 6 കാർബൺ കോമ്പൗണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ട്രയോസ് ഫോസ്ഫേറ്റ്. ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന് പറയുമ്പം 3 കാർബണും ഫോസ്ഫേറ്റും ഉണ്ടെങ്കിൽ ട്രയോസ് ഫോസ്ഫേറ്റ്. അതിലൊന്നിന് നമ്മൾ വിളിക്കുക ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്. ഗ്ലിസറാൾഡിഹൈഡ് 3 കാർബൺ കോമ്പൗണ്ടാണ്. ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ്. മറ്റൊരാൾ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് എന്ന് പറയും. അപ്പോൾ ഫ്രക്ടോസ് ബ്രേക്ക് ചെയ്തിട്ട് 2 മോളിക്യൂൾസായി മാറും. ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റും അതിനകത്തും ഒരു ഫോസ്ഫേറ്റ് ഉണ്ടാവും. ഫ്രക്ടോസിൻ്റെ ഫസ്റ്റ് കാർബണിലും 6th കാർബണിലും ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഉണ്ടാകുന്ന 2 മോളിക്യൂളിനകത്ത് ഫോസ്ഫേറ്റ് ഉണ്ടാവും. നേരെ അത് പകുതിയുള്ള 2 മോളിക്യൂൾസായി മാറും. 3 കാർബൺ
അപ്പോൾ ഗ്ലിസറാൾഡിഹൈഡ് അതിന് മുകളിൽ ഫോസ്ഫേറ്റ് ഉണ്ട്. അപ്പോൾ 3-phosphate ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്, DHAP എന്നാണ് പറയുക, ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ്. ഈ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് എന്തായി മാറും? പിന്നീട് ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ആയിട്ട് കൺവേർട്ട് ചെയ്യും. അത് ഇൻ്റർചേഞ്ചബിൾ ആണ്. ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റും, ആ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ഫോസ്ഫേറ്റ് പിന്നെ ആരായി മാറുന്നു? ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate. ഓക്കെ, ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ ഗ്ലൂക്കോസ് എന്തായി മാറും? 2 ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate ആയി മാറും. ഇനി അങ്ങോട്ടൊക്കെ എന്തായിരിക്കും? 2 molecules ആയിരിക്കും, 2 molecules. ആ ഗ്ലിസറാൾഡിഹൈഡ് 3-phosphate എന്തായി മാറുന്നു? 1,3-ബൈഫോസ്ഫോഗ്ലിസറിക് ആസിഡായി മാറുന്നു. അവിടെ NADH, ആ റിയാക്ഷനിൽ NAD ആയി മാറും. NAD കൺവേർട്ടഡ് ടു NADH. ഒരു NADH എന്ന് പറഞ്ഞാൽ 3 ATPക്ക് ഈക്വൽ ആയിരിക്കും. 1 NADH is equal to 3 ATP molecules. അവസാനം ഇതിൻ്റെ ഗ്ലൈക്കോളിസ് വഴി നെറ്റ് എത്ര ATP molecules കിട്ടുമെന്ന് നമുക്കറിയണം. അപ്പോൾ ട്രയോസ് 2 molecules ഓഫ് ട്രയോസ് ഫോസ്ഫേറ്റ്, അത് ട്രയോസ് ബൈഫോസ്ഫേറ്റ് ആയി മാറും. 2 molecules ഓഫ് 1,3-ബൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ്, ട്രയോസ് ഫോസ്ഫേറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ 1,3-ബൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. ആ 1,3-ബൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് പിന്നീട് ഇതായി മാറുന്നു 3-phosphoglyceric ആസിഡായി മാറുന്നു. അതിനൊരു ഫോസ്ഫേറ്റ് നഷ്ടപ്പെടുന്നു. അപ്പം ADP എന്തായി മാറും? ATP ആയി കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ 2 ബൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ് 2 ഫോസ്ഫോഗ്ലിസറിക് ആസിഡായി മാറുമ്പം 2 ATP molecules ഫോം ചെയ്യും. ഓരോ 1,3-ബൈഫോസ്ഫോഗ്ലിസറിക് ആസിഡും 3-phosphoglyceric ആസിഡായി മാറും. അടുത്ത സ്റ്റെപ്പിൽ അത് 2-phosphoglyceric ആസിഡായി മാറും. ഗ്ലിസറേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്ലിസറിക് ആസിഡ്. അടുത്ത സ്റ്റെപ്പിൽ അത് ഇനോൾ പൈറുവിക് ആസിഡായി മാറും. ഇനോൾ പൈറുവേറ്റ്, ദാറ്റ് മീൻസ് ഇനോൾ പൈറുവിക് ആസിഡ്. ആൻഡ് ഫൈനലി ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു പൈറുവിക് ആസിഡ്. അങ്ങനെ ഇനോൾ പൈറുവിക് ആസിഡായി മാറുമ്പം അവിടെ നിന്നൊരു ഫോസ്ഫേറ്റിനെ റിലീസ് ചെയ്യുന്നുണ്ട്. ആ ഫോസ്ഫേറ്റിനെ ADP ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് ATP ആയി മാറും. ഇതിൻ്റെ റിയാക്ഷൻ ഇതേപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റണം. ഗ്ലൂക്കോസ് ഫസ്റ്റ് ഗ്ലൂക്കോസ് 6-phosphate. Glucose 6-phosphate isomerized to form fructose 6-phosphate. Fructose 6-phosphate then converted to fructose 1,6-biphosphate. Fructose 1,6-biphosphate divides to form glyceraldehyde 3-phosphate dihydroxyacetone phosphate. അതിൽ dihydroxyacetone phosphate then converted to glyceraldehyde 3-phosphate. അപ്പോൾ അവിടെ മുതൽ അങ്ങോട്ടൊക്കെ എല്ലാം എന്തായിരിക്കും? 2 molecules ഉണ്ടാവും. അങ്ങനെ അവസാനം ഒരു ഗ്ലൂക്കോസിന് 2 molecules ഓഫ് പൈറുവിക് ആസിഡ് ഉണ്ടാവും. നെക്സ്റ്റ് 1,3-ബൈഫോസ്ഫോഗ്ലിസറിക് ആസിഡ്, 3-phosphoglyceric acid, 2-phosphoglyceric acid, 2-phosphoenol pyruvic acid, then pyruvic acid. Pyruvic acid is the key product of glycolysis. Glycolysisന്റെ ഭാഗമായിട്ട് അവസാനം കിട്ടുന്ന ഉൽപ്പന്നം ഓരോ ഗ്ലൂക്കോസിനും 2 molecules പൈറുവിക് ആസിഡ് ഫോം ചെയ്യും. ഈ പൈറുവിക് ആസിഡിൻ്റെ ഫെയ്റ്റ് അനൈറോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ അത് ഒന്നുകിൽ ലാക്റ്റിക് ആസിഡായി മാറും, അല്ലെങ്കിൽ അത് ഈഥൈൽ ആൽക്കഹോളായി മാറും. അത് എയ്റോബിക് റെസ്പിറേഷൻ ആണോ അത് മറ്റൊരു സൈക്കിളിലൂടെ കടന്നു പോകുന്ന ഇറ്റ് ഈസ് കോൾഡ് ക്രബ് സൈക്കിൾ. ഓക്കെ, അപ്പോൾ ഗ്ലൈക്കോളിസിസ് കോമൺ ഇൻ ബോത്ത് എയ്റോബിക് ആൻഡ് അനോറോബിക് റെസ്പിറേഷൻ. ഗ്ലൈക്കോളിസിൻ്റെ മേജർ ഇവൻറ്റ്സ് ഒരു 10 റിയാക്ഷൻസ് അടങ്ങിയ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആണ്. ഗ്ലൂക്കോസ് 6-phosphate, then fructose 6-phosphate, fructose 1,6-biphosphate. ഓക്കെ, ആ fructose 1,6-biphosphate glyceraldehyde 3-phosphate dihydroxyacetone phosphate, then 2 molecules of 1,3-biphosphoglyseric acid, then 3-phosphoglyceric acid, 2-phosphoglyceric acid, phosphoenol pyruvic acid and pyruvic acid. ഓക്കെ, ആ റിയാക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് എഴുതി പഠിക്കണം. നമ്മൾ ഈ ഗ്ലൈക്കോളിസിസ് കഴിഞ്ഞാൽ നടക്കുന്ന സ്റ്റെപ്പാണ് നോക്കുന്നത്. പ്രൊക്കാരിയോട്സിലും ചില യൂക്യാരിയോട്സിലും, യൂണിസെല്ലാർ യൂക്യാരിയോട്സ്, ഈസ്റ്റിനെ പോലെയുള്ള യൂണിസെല്ലാർ യൂക്യാരിയോട്സിലും നടക്കുന്ന പ്രോസസ്സാണ് ഫെർമെൻറ്റേഷൻ. അനോറോബിക് റെസ്പിറേഷൻ ആൾസോ കോൾഡ് ഫെർമെൻറ്റേഷൻ. അതിൽ ഫെർമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ പൈറുവിക് ആസിഡ് ഓക്സിജൻ്റെ ആബ്സെൻസിൽ എന്തായി മാറും? ഒന്നുകിൽ ലാക്റ്റിക് ആസിഡായി മാറും, അല്ലെങ്കിൽ എത്തനോളായി മാറും. അപ്പോൾ ഫെർമെൻറ്റേഷൻ 2 types ഉണ്ട്. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ഓർ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ. ഈ റിയാക്ഷനുകൾ നോക്കി കാണാൻ പറ്റും നിങ്ങൾക്ക് ടെക്സ്റ്റിനകത്തുള്ള ഡയഗ്രാം ആണ്. നമ്മൾ ഫസ്റ്റ് കാണിച്ചത് ഗ്ലൈക്കോളിസ് ആണ്, ഗ്ലൂക്കോസ്. അതിന്
2 അരമാർക്ക് കൊടുത്തത് ഒരുപാട് സ്റ്റെപ്പ് അവിടെ നമ്മൾ ഒഴിവാക്കി. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് അങ്ങനെ വന്ന് ഗ്ലിസറാൾഡിഹൈഡ് 3 ഫോസ്ഫേറ്റ് വന്ന് ഗ്ലിസറിക് ആസിഡ് വന്ന് അങ്ങനെ വന്ന അവസാനം എന്ത് ചെയ്തു, അത് ഫോസ്ഫോ ഇനോൾ പൈറുവിക് ആസിഡായി, ദെൻ പൈറുവിക് ആസിഡ്. ഓക്കെ, ഇനി പൈറുവിക് ആസിഡ് അപ്പം ആദ്യം കാണിച്ച ആ സ്റ്റെപ്പ് നിങ്ങൾ രണ്ടാമത് പഠിക്കേണ്ട ആവശ്യമില്ല. ഗ്ലൈക്കോളിസിൻ്റെ ഭാഗമായിട്ട് പഠിച്ച ആ റിയാക്ഷൻ നമ്മളൊന്ന് ചുരുക്കി എഴുതുന്നേയുള്ളൂ. ഇനി പൈറുവിക് ആസിഡ് ഈ ആരോമാർക്ക് കട്ടിയുള്ള ആരോമാർക്ക് നോക്കിയാൽ മതി. പൈറുവിക് ആസിഡ് അനോറബിക് റെസ്പിറേഷൻ ആണെങ്കിൽ കൺവേർട്ടഡ് ടു ലാക്റ്റിക് ആസിഡ്. അപ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ NADH NAD ആയി മാറുന്നു, ലാക്റ്റിക് ആസിഡായി മാറും. അതല്ലെങ്കിൽ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു എത്തനോൾ ഫോം ചെയ്യുന്ന റിയാക്ഷൻ എപ്പോഴും അതിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും. അപ്പോൾ പൈറുവിക് ആസിഡിൻ്റെ അനോറബിക് റെസ്പിറേഷനിൽ ഒന്നുകിൽ എന്താക്കാം, അത് ലാക്റ്റിക് ആസിഡായി കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ എത്തനോളായി കൺവേർട്ട് ചെയ്യാം. സോ ഫെർമെൻറ്റേഷൻ 2 ടൈപ്സ്: ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ആൻഡ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. Alcoholic fermentation, the pyruvic acid is converted to ethanol, ethyl alcohol and carbon dioxide and also energy. The reaction is catalyzed by pyruvic acid decarboxylase and alcohol dehydrogenase. ആ എൻസൈംസ് പഠിച്ചു വെക്കണം. ആ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന എൻസൈംസ് ആണ് പൈറുവിക് ആസിഡ് ഡീകാർബോക്സിലേസ് ആൻഡ് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ്. അത്തരം ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ കാണിക്കുന്ന ഒരു ഓർഗാനിസമാണ് ഈസ്റ്റ്. ഓക്കെ, അപ്പോൾ പൈറുവിക് ആസിഡ് ആകുന്നത് വരെ എയ്റോബിക്കിലും അനേറോബിക് ഓർഗൻസിൽ സെയിം പ്രോസസ്സാണ്. ഗ്ലൂക്കോസ് ആ സ്റ്റെപ്പിലൂടെ പൈറുവിക് ആസിഡായി മാറും. പൈറുവിക് ആസിഡ് പിന്നീട് അനേറോബിക് ഓർഗാനിസംസ് ആണെങ്കിൽ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ടു ഐദർ ഈഥൈൽ ആൽക്കഹോൾ, അത് നമ്മൾ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ എന്ന് പറയും. ഓർ ദ പൈറുവിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ടു ലാക്റ്റിക് ആസിഡ്, ദറ്റ് ഇസ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. ഈ 2 സ്റ്റെപ്പ് എന്താണ്, ഫെർമെൻറ്റേഷനാണ്. അനേറോബിക് റെസ്പിറേഷൻ്റെ മറ്റൊരു പേരാണ് ഫെർമെൻറ്റേഷൻ. The breakdown of pyruvic acid in the absence of oxygen is called fermentation. അല്ലെങ്കിൽ breakdown of glucose in the absence of oxygen. ഫെർമെൻറ്റേഷൻ ആണെങ്കിൽ അവിടെ ഓക്സിജൻ വരുന്നില്ല. ഓക്സിജൻ വരുന്ന സ്റ്റെപ്പ് ക്രബ് സൈക്കിളിനകത്ത്. ഇപ്പോൾ ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായി മാറുന്നു, പൈറുവിക് ആസിഡ് പിന്നീട് ലാക്റ്റിക് ആസിഡായി മാറും, അല്ലെങ്കിൽ ഈഥൈൽ ആൽക്കഹോളായി മാറും. അപ്പോൾ അവിടെ ഒരു സ്റ്റെപ്പിലും ഓക്സിജൻ വരുന്നില്ല. ദറ്റ് ഈസ് breakdown of glucose in the absence of oxygen. It is called anaerobic respiration, also called fermentation. അത് 2 ടൈപ്സ് ഉണ്ട്. അതിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് നോക്കിയിട്ട് ലാക്റ്റിക് ആസിഡ് ആണെങ്കിൽ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ, ഈഥൈൽ ആൽക്കഹോൾ ആണെങ്കിൽ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനിൽ പൈറുവിക് ആസിഡ് ഈസ് കൺവേർട്ടഡ് ടു ലാക്റ്റിക് ആസിഡ്. ഇറ്റ് ഈസ് കാറ്റലൈസ്ഡ് ബൈ ലാക്റ്റേറ്റ് ഡിഹൈഡ്രോജനേസ്. എൻസൈംസിന് ഓർത്ത് വെക്കണം. ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ ആണെങ്കിൽ പൈറുവിക് ആസിഡ് ഡീകാർബോക്സിലേസും ആൽക്കഹോൾ ഡിഹൈഡ്രോജനേസും. പൈറുവിക് ആസിഡ് ഡീകാർബോക്സിലേസ് ആൻഡ് ആൽക്കഹോൾ ഡിഹൈഡ്രോജനേസ്. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ആണെങ്കിൽ അവിടെ വരുന്ന എൻസൈം ലാക്റ്റേറ്റ് ഡിഹൈഡ്രോജനേസ്. അത്തരം ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനാണ് കാണിക്കുന്ന ജീവികളാണ്. ഒന്ന് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ആ പേര് അങ്ങനെ വരുന്നത് അത് അനേറോബിക് റെസ്പിറേഷനിൽ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനാണ് കാണിക്കുക. ഈ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയാണ് നമ്മൾ പാലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വളർന്നിട്ട് അതിൽ ഇയാൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോഴെന്ത് ചെയ്യും, ഇയാൾ എവിടെ ജീവിക്കുന്നു അവിടെ നിന്നുണ്ടാവും ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും. ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ലാക്റ്റിക് ആസിഡ് വരും. അങ്ങനെ ആ പാൽ എന്ത് ചെയ്യുന്നത് തൈരായി മാറുന്നത്. ഇപ്പോൾ കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് അതിലൊക്കെ പങ്കെടുക്കുന്ന ബാക്ടീരിയ ആരാന്ന് ലാബ് എന്നാണ് പറയുക. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ നമുക്ക് അടുത്തോളം പഠിക്കാനുണ്ട്. അതുപോലെ ഹ്യൂമൻ മസിൽ സെൽ നമ്മൾ എയ്റോബിക് റെസ്പിറേഷൻ കാണിക്കുക. എന്നാൽ നമ്മുടെ മസിൽ സെൽ സാധാരണ എയ്റോബിക് ആണ്. നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് സ്റ്റേർണസ് എക്സസൈസ് കണ്ടിന്യൂസ് എക്സസൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ മസിൽ സെൽസിന് ഓക്സിജൻ ഷോർട്ടേജ് ഉണ്ടാകും. ആ സമയത്ത് എന്ത് ചെയ്യും, മസിൽ അനൈറോബിക് റെസ്പിറേഷൻ വഴി ഗ്ലൂക്കോസിന് എന്ത് ചെയ്യും, ലാക്റ്റിക് ആസിഡാക്കി മാറ്റും. ആ ലാക്റ്റിക് ആസിഡ് വരുമ്പോഴാണ് നമ്മുടെ മസിൽ പെയിന് വരുന്നത്. നമ്മൾ സിവിയർ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ മസിൽ പെയിന് വരും ഡ്യൂ ടു ദ അക്യുമുലേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് ഇൻ ദ മസിൽ. അപ്പം മസിൽ സെൽ ഡ്യൂറിങ് എക്സസൈസ് ഷോസ് അനൈറോബിക് റെസ്പിറേഷൻ. ഓക്സിജൻ ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ മസിൽ സെൽ ഓക്സിജൻ്റെ അഭാവത്തിൽ ഗ്ലൂക്കോസിനെ ബ്രേക്ക് ചെയ്യും. അപ്പോൾ ആ കാണിക്കുന്നത് എന്തായിരിക്കും, ഗ്ലൂക്കോസ് പൈറുവിക് ആസിഡായിട്ട് പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് ആകും. ആ എനർജി കൊണ്ടാണ് മസിൽ വർക്ക് ചെയ്യുന്നത്. നോർമൽ കേസിൽ മസിൽ സെല്ലും എയ്റോബിക് ആയിരിക്കും. ഡ്യൂറിങ് എക്സസീവ് എക്സസൈസ് മസിൽ സെൽ ഷോ അനൈറോബിക് റെസ്പിറേഷൻ, ദാറ്റ് ഈസ് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. നമ്മൾ ഇതിനകത്ത് ഒന്നാമത്തെ സ്റ്റെപ്പ് പഠിച്ചു കഴിഞ്ഞത് ഗ്ലൈക്കോളിസിസ്. ഗ്ലൈക്കോളിസിൻ്റെ എൻഡ് പ്രൊഡക്റ്റ്, ദ കീ പ്രൊഡക്റ്റ് ഓഫ് ഗ്ലൈക്കോളിസിസ്
2 molecules of pyruvic acid. Then pyruvic acid passes through 3 pathways. 3 വഴിയിൽ ഏതെങ്കിലും ഒന്നിലൂടെ കടന്നു പോകും. ഒന്നുകിൽ അത് ആൽക്കോളിക് ഫെർമെൻറ്റേഷൻ, അതല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ, അതല്ലെങ്കിൽ എയ്റോബിക് റെസ്പിറേഷൻ. During aerobic respiration, the pyruvic acid enters into Krebs cycle. It is also called tricarboxylic acid cycle. Tricarboxylic acid cycle എന്ന് വിളിക്കാൻ കാരണം അതിൽ ഫസ്റ്റ് ഫോം ചെയ്യുന്ന സിട്രിക് ആസിഡാണ്. സിട്രിക് ആസിഡ് ഒരു 3 കാർബൺ കോമ്പൗണ്ടാണ്. Tricarboxylic acid cycle. It is also called tricarboxylic acid cycle or TCA cycle. ഇതിനെപ്പറ്റി ആദ്യമായിട്ട് സ്റ്റഡി നടത്തിയ ആൾ ഹാൻസ് ക്രബ് ആണ്. അതുകൊണ്ട് നമ്മളതിനെ ക്രബ് സൈക്കിൾ എന്ന് വിളിക്കാറുണ്ട്. നമ്മൾ ട്രൈകാർബോക്സിലിക് ആസിഡ് എന്ന് പറയാൻ കാരണം 3 കാർബൺ അല്ല, സിട്രിക് ആസിഡിനകത്ത് 3 കാർബോക്സിൽ ഗ്രൂപ്പ് ഉണ്ട്. സിട്രിക് ആസിഡ് 6 കാർബൺ കോമ്പൗണ്ട് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ചെറിയൊരു മിസ്റ്റേക്ക് വന്നത് 6 കാർബൺ കോമ്പൗണ്ട്. പക്ഷെ അതിനകത്ത് 3 കാർബോക്സൈൽ ഗ്രൂപ്പ് ഉണ്ടാവും. അപ്പോൾ 3 കാർബോക്സൈൽ COH ഗ്രൂപ്പുള്ള ഒരു ആസിഡാണ് സിട്രിക് ആസിഡ്. സോ ഇറ്റ് ഈസ് കോൾഡ് ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ. അപ്പോൾ എയ്റോബിക് റെസ്പിറേഷൻ എന്ന് പറയും, ക്രബ് സൈക്കിൾ എന്ന് പറയും, ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്ന് പറയും, TCA സൈക്കിൾ എന്ന് പറയും. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. Why aerobic respiration called tricarboxylic acid cycle? The first compound formed during Krebs cycle is citric acid. It contains 3 carboxyl group. It is also called Krebs cycle. It occurs in the mitochondria. Aerobic respiration ആണെങ്കിൽ ഫസ്റ്റ് ഗ്ലൈക്കോളിസ് വഴി പൈറുവിക് ആസിഡ് ഉണ്ടാവും. Then pyruvic acid enters into Krebs cycle. ക്രബ് സൈക്കിളിലേക്ക് കടക്കുമ്പോൾ എന്ത് ചെയ്യും? ആ പൈറുവിക് ആസിഡ് ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. ആ പൈറുവിക് ആസിഡ് കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്യും. എന്നിട്ട് അത് 2 ഇനോർഗാനിക് കോമ്പൗണ്ട്സായി മാറും, കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. നമ്മൾ നെറ്റ് റിസൾട്ട് പറയുക, ഗ്ലൂക്കോസ് ഓക്സിജൻ്റെ പ്രസൻസിൽ ബ്രേക്ക് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജിയും മാറും. അപ്പോൾ ഫോട്ടോസിന്തസിസിൻ്റെ നേരെ റിവേഴ്സാണ് റെസ്പിറേഷൻ. ഫോട്ടോസിന്തസിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ കമ്പൈൻ ടുഗദർ ടു ഫോം ഗ്ലൂക്കോസ് പ്ലസ് ഓക്സിജൻ. റെസ്പിറേഷൻ പറയുമ്പം ഗ്ലൂക്കോസ് ഓക്സിജൻ്റെ പ്രസൻസിൽ ബ്രേക്ക് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറായി മാറും, എയറോബിക് റെസ്പിറേഷൻ. അപ്പോൾ ഫോട്ടോസിന്തസിസ് ഒരു അനബോളിക് പ്രോസസ്സാണ്. അതിന് നേരെ റിവേഴ്സ് കാറ്റബോളിക് പ്രോസസ്സാണ് റെസ്പിറേഷൻ. ആ റിയാക്ഷൻ അറിയുന്ന ആൾക്ക് എളുപ്പമാണ്. അപ്പോൾ എയറോബിക് റെസ്പിറേഷൻ ഇറ്റ് ഈസ് ആൾസോ കോൾഡ് TCA സൈക്കിൾ ഓർ ക്രബ് സൈക്കിൾ. എയറോബിക് റെസ്പിറേഷൻ നടക്കുന്നത് മൈറ്റോകോൺട്രിയക്കകത്ത്, ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് സൈറ്റോപ്ലാസത്തിനകത്ത്. ഓക്കെ, ഒരു സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ കറക്റ്റ് സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആയത്. ഫസ്റ്റ് പൈറുവേറ്റ് മീൻസ് പൈറുവിക് ആസിഡ്, സിട്രേറ്റ് സിട്രിക് ആസിഡ്. ഓക്കെ, പൈറുവിക് ആസിഡ് ഫസ്റ്റ് കൺവേർട്ടഡ് ടു അസറ്റൈൽ കോ എൻസൈം എ. ഇയാൾ പൈറുവിക് ആസിഡ് റിയാക്ട് വിത്ത് കോ എൻസൈം എ ആൻഡ് ഫോം അസറ്റൈൽ കോ എൻസൈം എ. 2 കാർബൺ പൈറുവിക് ആസിഡ് 3 കാർബൺ കോമ്പൗണ്ട്. അപ്പോൾ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കാർബൺ നമ്പർ കുറയും. 3 കാർബൺ പൈറുവിക് ആസിഡ് കൺവേർട്ടഡ് ടു അസറ്റൈൽ 2 കാർബൺ അസറ്റൈൽ കോ എൻസൈം എ. ബ്രാക്കറ്റിനകത്ത് കാണിക്കുന്നത് കാർബൺ നമ്പറാണ്. അപ്പോൾ അവിടെ ഒരു NADH ആയി മാറും. അപ്പോൾ 2 പൈറുവിക് ആസിഡ് എന്തായി മാറും? 2 അസറ്റൈൽ കോ എൻസൈമേ മാറും. ഇപ്പോൾ കാരണം ഒരു ഗ്ലൂക്കോസ് 2 പൈറുവിക് ആസിഡ്. അപ്പോൾ പൈറുവിക് ആസിഡ് ഫസ്റ്റ് കൺവേർട്ടഡ് ടു അസറ്റൈൽ കോ എൻസൈം എ. ഇറ്റ് റിയാക്ട് വിത്ത് ഓക്സാലോ അസറ്റിക് ആസിഡ് 4 കാർബൺ oxaloacetic acid and converted to 6 carbon citric acid. അപ്പോൾ ഫസ്റ്റ് കോമ്പൗണ്ട് ഫോംഡ് ഡ്യൂറിങ് ക്രബ് സൈക്കിൾ ഇസ് സിട്രിക് ആസിഡ്. അതുകൊണ്ട് നമ്മളതിനെ സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ എയ്റോബിക് റെസ്പിറേഷൻ എന്ന് പറയും, TCA സൈക്കിൾ എന്ന് പറയും, ക്രബ് സൈക്കിൾ എന്ന് പറയും, സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് പറയും. ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ക്രബ് സൈക്കിൾ ആൾസോ കോൾഡ് സിട്രിക് ആസിഡ് സൈക്കിൾ. ഫസ്റ്റ് അസറ്റൈൽ കോ എൻസൈം എ റിയാക്ട് വിത്ത് ഓക്സാലോഅസറ്റിക് ആസിഡ് ആൻഡ് ഫോം സിട്രിക് ആസിഡ്. ആ സിട്രിക് ആസിഡ് ആ റിയാക്ഷൻ പങ്കെടുക്കുന്നതനുസരിച്ച് നമ്മൾ സിട്രേറ്റ് സിന്തറ്റൈസ് എന്ന് പറയും. ആ സിട്രിക് ആസിഡ് പിന്നീട് എന്ത് ചെയ്യും? അതിൽ നിന്നൊരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. അപ്പം കാർബൺ നമ്പർ കുറയും, ഒരു 5 കാർബൺ കോമ്പൗണ്ടായി മാറും. ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ് എന്ന് പറയും. സിട്രിക് ആസിഡ് കൺവേർട്ടഡ് ടു ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ്. ആ ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ് ദെൻ സക്സിനിക് ആസിഡായി മാറും. അവിടെ രണ്ടും എന്താണെന്ന് ഡീകാർബോക്സിലേഷനാണ്. സിട്രിക് ആസിഡിൽ ഒരു കാർബൺ പോയിട്ടാണ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാരിക് ആസിഡ്. അതിന് വീണ്ടും ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു. അപ്പോൾ അത് 4 കാർബൺ സക്സിനിക് ആസിഡായി മാറും. ആ സക്സിനിക് ആസിഡ് മാലിക് ആസിഡായി മാറും.
മാലിക് ആസിഡ് ദെൻ ടു ഓക്സാലോ അസറ്റിക് ആസിഡായി മാറും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ സ്കീമാറ്റിക് ക്രബ് സൈക്കിൾ സ്കീമാറ്റിക് പഠിക്കുമ്പോൾ അത് നിങ്ങൾ NAD ATP ഒക്കെ മാറ്റി നിർത്തിയിട്ട് സൈക്കിൾ മാത്രം പഠിക്കുക, അതിന് കോമ്പൗണ്ട് മാത്രം പഠിക്കുക. പൈറുവിക് ആസിഡ് കമ്പൈൻസ് വിത്ത് കോഎൻസൈം A ആൻഡ് ഫോം അസറ്റൈൽ കോഎൻസൈം A. അല്ലാതെ എല്ലാം കൂടി നമ്മൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. കറക്റ്റ് ഒരു റൗണ്ട് വരച്ചിട്ട് അതിനകത്ത് എന്ത് ചെയ്യുക, ബ്രേക്ക് ചെയ്തിട്ട് ഈ കോമ്പൗണ്ട്സ് കറക്റ്റ് എഴുതുക. പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈം A, it react with oxaloacetic acid and form citric acid. അങ്ങനെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. സിട്രിക് ആസിഡ് കൺവേർട്ടഡ് ടു ആൽഫ കീറ്റോഗ്ലൂട്ടറിക് ആസിഡ്, ആൽഫ കീറ്റോഗ്ലൂട്ടറിക് ആസിഡ് ടു സക്സിനിക് ആസിഡ് ടു മാലിക് ആസിഡ് അഗെയിൻ കൺവേർട്ടഡ് ടു ഓക്സാലോഅസറ്റിക് ആസിഡ്. അപ്പോൾ ഒരു സൈക്കിളാണ്. ഓക്കെ, അതിനെന്ത് ചെയ്യണം, ഓരോ സ്റ്റെപ്പിലും അവിടെ ഫോം ചെയ്യുന്ന ആൾക്കാർ അറിയണം. സിട്രിക് ആസിഡ് ആൽഫ കീറ്റോഗ്ലൂട്ടറിക് ആസിഡായി മാറുമ്പം NADH ഫോം ചെയ്യും. ആൽഫ കീറ്റോഗ്ലൂട്ടറിക് ആസിഡ് സക്സിനിക് ആസിഡായി മാറുമ്പം NADH ആൻഡ് ആൾസോ GTP മാറും. അവിടെ നിങ്ങൾക്ക് ഡാർക്കിൽ മനസ്സിലാകുന്നില്ലെങ്കിൽ അത് GTP ഫോസ്ഫോറിലേഷൻ നടന്നിട്ട് GTP മാറും. ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റ്. FADH2 ആയി മാറും. NADH ആയി മാറും. ഓക്കെ, ഒരു NADH എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു 3 ATP മോളിക്യൂൾ. FADH is equal to 2 ATP molecules. GTP is equal to 1 ATP molecule. GTPയും ATPയും സെയിം. അപ്പോൾ 1 GTP 1 ATP, 1 FADH 2 ATP, 1 NADH 3 ATP. ടോട്ടൽ നിങ്ങൾക്ക് ATP ടോട്ടൽ ഒരു ഗ്ലൈക്കോൾസ് വഴി ഉണ്ടാകുന്ന ATPയും ക്രബ് സൈക്കിൾ വഴി ഉണ്ടാകുന്ന ATPയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാസ്റ്റ് അതിൻ്റെ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാൻ പറ്റും. ഈ സ്റ്റെപ്പിൽ യൂട്ടിലൈസ് ചെയ്യുന്ന ATP നോക്കണം. ചില സ്ഥലത്ത് ATP ഉപയോഗിക്കുന്നുണ്ട്, നെറ്റ് പ്രോഡക്റ്റ് നമുക്ക് ATP കിട്ടും. അപ്പോൾ ഗ്ലൈക്കോൾസിനേക്കാളും കൂടുതൽ ATP ഫോം ചെയ്യും ഇവിടെ ക്രബ് സൈക്കിളിൽ. അപ്പോൾ ഹൈ എനർജി കിട്ടും. അപ്പോൾ ഹയർ ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ് കാണിക്കുന്നത് എയ്റോബിക്കാണ്. ആദ്യം ഗ്ലൈക്കോൾസ് വഴി പൈറുവിക് ആസിഡ്, ദെൻ പൈറുവിക് ആസിഡ് എൻറ്റേഴ്സ് ഇൻ ടു ക്രബ് സൈക്കിൾ. ഓക്കെ, ഈ ക്രബ് സൈക്കിളിൻ്റെ സ്കീമാറ്റിക് നിങ്ങൾ പഠിച്ചു വെക്കണം. ലാസ്റ്റ് ഇതിനകത്ത് റെസ്പിറേറ്ററി സബ് കോഎഫിഷ്യൻറ്റ്. റെസ്പിറേറ്ററി കോഎഫിഷ്യൻറ്റ് എന്ന് പറയത്രയേ ഉള്ളൂ. ദ വോളിയൂം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ്ഡ് ബൈ ദ വോളിയൂം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ്. RQ എന്ന് പറയും. ഒരു റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിന് ഓക്സിഡേഷൻ നടക്കുമ്പോൾ എത്ര എമൗണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യുന്നു, അതിനുവേണ്ടി എത്ര എമൗണ്ട് ഓക്സിജൻ ഉപയോഗിക്കുന്നു. ദ വോളിയൂം ഓഫ് carbon dioxide evolved to the volume of oxygen consumed. Respiratory substrate എന്ന് പറയുന്നത് നമുക്കറിയണം. ഗ്ലൂക്കോസ് ഒരു റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. The compound that are oxidized during respiration are called respiratory substrate. The compound that is oxidized during respiration. ഒരു റെസ്പിറേഷൻ ഒരു എനർജി റിലീസ് ചെയ്യാൻ വേണ്ടി ഏത് കോമ്പൗണ്ടിനെയാണ് ഉപയോഗിക്കുന്നത്, ദാറ്റ് ഈസ് കോൾഡ് റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റ്. സാധാരണ ഗ്ലൂക്കോസിനെ നമ്മൾ ബോഡി ഡിപ്പെൻഡ് ചെയ്യുക, എന്നാൽ ഫാറ്റിനും പ്രോട്ടീനൊക്കെ എന്ത് ചെയ്യും, അത്യാവശ്യ ഘട്ടത്തിൽ എനർജിക്ക് വേണ്ടി ബോഡി ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ റെസ്പിറേറ്ററി കോഷ്യൻ്റ് മീൻസ് ദ വോളിയൂം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ്ഡ് ബൈ ദ വോളിയൂം ഓഫ് ഓക്സിജൻ കൺസ്യൂംഡ്. താഴെയുള്ള റിയാക്ഷൻ നോക്കി, ഗ്ലൂക്കോസിന് എനർജിയാക്കി മാറ്റുമ്പോൾ ഗ്ലൂക്കോസിന് 6 molecules ഓഫ് ഓക്സിജൻ നമ്മൾ അതിന് എനർജിയാക്കി മാറ്റാൻ ഉപയോഗിക്കുന്നു. കിട്ടുന്നത് 6 molecules ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ RQ is equal to കാർബൺ ഡൈ ഓക്സൈഡ് ഇവോൾവ്ഡ് പുറന്തള്ളിയത് 6 കാർബൺ ഡൈ ഓക്സൈഡ്, അതിനുവേണ്ടി ഉപയോഗിച്ച ഓക്സിജൻ 6 ഓക്സിജൻ. അപ്പോൾ 6 കാർബൺ ഡൈ ഓക്സൈഡ് ബൈ 6 ഓക്സിജൻ, 6/6 ദാറ്റ് ഈസ് 1. അപ്പോൾ RQ ഓഫ് കാർബോഹൈഡ്രേറ്റ്, RQ ഓഫ് ഗ്ലൂക്കോസ് എത്രയായിരിക്കും 1 ആയിരിക്കും. ദാറ്റ് ഈസ് volume of carbon dioxide evolved is 6, volume of oxygen consumed is 6, 6/6, 1. എല്ലാ റെസ്പിറേറ്ററി സബ്സ്ട്രേറ്റിനും ഒരേ RQ അല്ല. പ്രോട്ടീൻ്റെ കേസിൽ 1നേക്കാളും കുറവായിരിക്കും. RQ ഓഫ് പ്രോട്ടീൻ 0.9 ആയിരിക്കും. RQ ഓഫ് ഫാറ്റ് അതും ലെസ് ദാൻ 1 ആണ്. അതുകൊണ്ട് നമ്മൾ ബോഡി ഇമ്മീഡിയറ്റ് സോഴ്സ് ഓഫ് എനർജി നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് അറിയാവുന്ന കാർബോഹൈഡ്രേറ്റിനെ, ഗ്ലൂക്കോസിനെ. പ്രോട്ടീൻ്റെ RQ വാല്യൂ 0.9, അത് ഫാറ്റ് ആണെങ്കിൽ
ഫാറ്റിനകത്ത് ടെക്സ്റ്റിനകത്തൊരു ട്രൈപാമിറ്റിൻ എന്നുള്ള ഫാറ്റി ആസിഡ് കൊടുത്തിട്ടുണ്ട്, ഒരു ഫാറ്റ് കൊടുത്തിട്ടുണ്ട്. ട്രൈപാമിറ്റിൻ്റെ കേസിലാണെങ്കിൽ 0.7 ആയിരിക്കും. അപ്പോൾ ഫാറ്റിൻ്റെ കേസിലും പ്രോട്ടീൻ്റെ കേസിലും ലെസ് ദാൻ 1 ആയിരിക്കും. RQ ഓഫ് ഗ്ലൂക്കോസ് ഈസ് ഓൾവേസ് 1. ഓക്കെ, ഇപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. റെസ്പിറേഷൻ ഇസ് ദ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസ് ടു റിലീസ് എനർജി ഫോർ ബയോളജിക്കൽ ആക്ടിവിറ്റീസ്. അതിൽ ഇൻ ബോത്ത് എയ്റോബിക് ആൻഡ് അനൈറോബിക് റെസ്പിറേഷൻ ഗ്ലൈക്കോളിസിസ് ഇസ് ദ കോമൺ pathway. The end product of glycolysis is 2 molecules of pyruvic acid. 1 molecule of glucose gives 2 molecules of pyruvic acid. ആ ഗ്ലൈക്കോളിസിൻ്റെ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ ആ 10 റിയാക്ഷൻ നിങ്ങൾക്ക് അറിയണം. ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 6 ഫോസ്ഫേറ്റ്, ഫ്രക്ടോസ് 1,6 ബൈഫോസ്ഫേറ്റ്. ആ സ്റ്റെപ്പ് കറക്റ്റ് പഠിച്ചു വെക്കണം. എക്സാമിനത് ഒന്നെങ്കിലും ഡിസോർഡറായി തന്ന് നമുക്ക് ഓർഡറിൽ എഴുതാൻ പറ്റണം, അല്ലെങ്കിൽ ചില ഭാഗത്ത് ഫില്ല് ചെയ്യാൻ തന്നാൽ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് ഫില്ല് ചെയ്യാൻ പറ്റണം. ഇനി ആഫ്റ്റർ ഗ്ലൈക്കോളിസിസ് പൈറുവിക് ആസിഡ് ഇസ് ഫോംഡ്. ആ പൈറുവിക് ആസിഡ് 3 വഴിക്ക് കടന്നു പോകും. ഒന്നുകിൽ ആൽക്കോളിക് ഫെർമെൻറ്റേഷൻ, ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ, അതല്ലെങ്കിൽ എയ്റോബിക് റെസ്പിറേഷൻ. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ ആണെങ്കിൽ പൈറുവിക് ആസിഡ് ലാക്റ്റിക് ആസിഡും എനർജിയും മാറും. അത് കാണിക്കുന്ന ആൾക്കാർ നിങ്ങൾക്കറിയാം, ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, അതുപോലെ ഹ്യൂമൻ മസിൽസ് ഡ്യൂറിങ് എക്സസൈസ്. ഇനി ആൽക്കോളിക് ഫെർമെൻറ്റേഷൻ ആണെങ്കിൽ ഈ പൈറുവിക് ആസിഡ് ഈഥൈൽ ആൽക്കോളും കാർബൺ ഡൈ ഓക്സൈഡും മാറും, പ്ലസ് എനർജിയും മാറും. എയ്റോബിക് റെസ്പിറേഷൻ ആണെങ്കിൽ പൈറുവിക് ആസിഡ് എൻറ്റേഴ്സ് ഇൻ ടു ക്രബ് സൈക്കിൾ. അതിൽ ആദ്യം പൈറുവിക് ആസിഡ് അസറ്റൈൽ കോഎൻസൈമായി മാറും, ദെൻ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു ദ ക്രബ് സൈക്കിൾ. ഇറ്റ് ഈസ് ആൾസോ കോൾഡ് TCA cycle, ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ, ദറ്റ് ഈസ് TCA, or citric acid cycle. RQ is equal to volume of carbon dioxide evolved by volume of oxygen consumed. എടുത്ത ചാപ്റ്ററിൻ്റെ നോട്ട് ടെക്സ്റ്റ് കൂടി നിങ്ങൾ വായിക്കണം, നോട്ട് തയ്യാറാക്കുക. ആ പറഞ്ഞ ഭാഗങ്ങൾ സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ കൃത്യമായിട്ട് പഠിക്കുക. ക്ലാസ്സിലിരുന്ന എല്ലാവർക്കും നന്ദി.